ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 20 കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വീണ്ടും ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇനി വരുന്ന ഓരോ എക്സാമിനും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, അമൃതം ആരോഗ്യം. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. ഓപ്ഷൻ വായിച്ച് വെറുതെ സമയം കളയുന്നില്ല. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും വായിച്ചതിന് ശേഷം ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരള സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി. കേരള സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, എ ജയതിലക്. എ ജയതിലകാണ് കേരള സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി. അപ്പോൾ കേരള സംസ്ഥാനത്തെ 49ാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ശാരദ മുരളീധരൻ. അപ്പോൾ കേരളത്തിലെ 49ാമത് ചീഫ് സെക്രട്ടറി ആയിരുന്നത് ശാരദ മുരളീധരൻ. കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറി അഥവാ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ എ ജയതിലക്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ബി ആർ ഗവായി. ബി ആർ ഗവായി അഥവാ ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്നയായിരുന്നു 51ാമത് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. കേരള സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസാണ് ബി ആർ ഗവായി അഥവാ ഭൂഷൺ രാമകൃഷ്ണ ഗവായി. നാലാമത്തെ ക്വസ്റ്റ്യൻ: നിലവിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? നിലവിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പിണറായി വിജയൻ. പിണറായി വിജയനാണ് നിലവിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. അഞ്ചാമത്തെ ചോദ്യം: 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര? 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ, 274. 274 ഉപഗ്രഹങ്ങളാണ് 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിക്ക് ഉള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ: 2025 ലോക ജലദിന പ്രമേയം. 2025 ലോക ജലദിന പ്രമേയം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഹിമാനി സംരക്ഷണം. ഹിമാനി സംരക്ഷണം എന്നതാണ് 2025 ലോക ജലദിന പ്രമേയം. അപ്പോൾ ലോക ജലദിനം എന്നാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിലവിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പിണറായി വിജയൻ. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 274. 2025 ലോക ജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം. 2025 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 118. 118ാം സ്ഥാനമാണ് 2025 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടേത്. അപ്പോൾ 2025 ആഗോള സന്തോഷ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ഫിൻലൻഡ്. രണ്ടാമതെത്തിയ രാജ്യം ചോദിച്ചാൽ ഡെൻമാർക്ക്. അതുകൂടി ഓർത്തു വെച്ചേക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരള വ്യവസായ മന്ത്രി. കേരള വ്യവസായ മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പി രാജീവ്. പി രാജീവാണ് കേരള സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: കേരള ഗവർണർ. കേരള ഗവർണർ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിൻ്റെ നിലവിലെ ഗവർണർ. അപ്പോൾ 2025 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118,
കേരള വ്യവസായ മന്ത്രിയാണ് പി രാജീവ്. കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി എം ബി രാജേഷ്. എം ബി രാജേഷ് ആണ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. 11ാമത്തെ ക്വസ്റ്റ്യൻ, നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പഞ്ചാബ്. പഞ്ചാബാണ് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ. അപ്പോൾ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം ബി രാജേഷ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 13ാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത്. ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത്. അദ്ദേഹം ISROയുടെ 11ാമത്തെ ചെയർമാനാണ്. ഡോക്ടർ വി നാരായണന് മുമ്പ് S സോമനാഥ് ആയിരുന്നു ISROയുടെ ചെയർമാൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, 2025 അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം. 2025 അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നോർവേ. നോർവേ ആണ് 2025 അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം. 15ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ആരോഗ്യമന്ത്രി. കേരള ആരോഗ്യമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വീണ ജോർജ്. വീണ ജോർജ് ആണ് കേരളത്തിലെ നിലവിലെ ആരോഗ്യമന്ത്രി. അപ്പോൾ ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ വി നാരായണൻ. 2025 അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം നോർവേ. കേരള ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി KV മനോജ് കുമാർ. KV മനോജ് കുമാറാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി. കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കിരൺ റിജ്ജു. കിരൺ റിജ്ജു ആണ് കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി. 18ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ JP നദ്ദ. JP നദ്ദ അഥവാ ജയപ്രകാശ് നദ്ദയാണ് നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് KV മനോജ് കുമാർ. കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജ്ജു. നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് JP നദ്ദ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അമേരിക്ക. അമേരിക്കയാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം ചോദിച്ചാൽ അമേരിക്ക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. വളരെ എളുപ്പമുള്ളതും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഒരു 15-ൽ കൂടുതൽ മാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം കറക്റ്റായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. 15 മാർക്കിൽ കുറവ് കിട്ടിയവർ വിഷമിക്കേണ്ട. നിങ്ങൾ ഒന്നുകൂടി എഫേർട്ട് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്